അതായത് ആദ്യം കേരള സ്റ്റോറി എന്നൊരു സംഭവം ഉണ്ട്, അതിൻ്റെ ചെറിയ സത്യങ്ങളൊക്കെ ഉണ്ട്, അത് വലിയ പാർവതീകരിച്ച് കാണിച്ച് വലിയ സംഭവമാക്കാൻ ശ്രമിച്ചു, മുസ്ലിങ്ങളെ ബുൾഡോസ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പം അതിൻ്റെ രണ്ടാം പാർട്ട് കൊണ്ടുവരും, നേരത്തെ ബംഗാൾ ഫയൽ കൊണ്ടുവരാം, നേരത്തെ കാശ്മീർ ഫയൽ. പക്ഷെ ഒരു പരിധിയുണ്ട്, ഇതിപ്പം ഈ കത്തുന്നൊന്നുമില്ല. കത്താത്തതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാം ഈ സംഭവം ആരൊക്കെയാണ് ഈ കഴിക്കുന്നത്. കാരണം ഇന്ത്യയിലുള്ള ഹിന്ദുക്കളുടെ നോൺ വെജിൻ്റെ ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കൂടി. ഒരു സ്പെസിഫിക് കമ്മ്യൂണിറ്റിക്കെതിരെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയാണെന്ന് അറിയാം. പിന്നെ ഇഷ്ടം പോലെ കൺവേർഷൻ നടക്കുന്നുണ്ട്. അതായത് ബാക്ക്വേർഡ് ക്ലാസ് നേരത്തെ, അതായത് ഇന്ത്യയുടെ ദളിറ്റ്സ് ആണെങ്കിലും ഈ ആദിവാസികളും പണ്ട് പോലെ ബീഫ് കഴിക്കാറുണ്ട്, ഇപ്പോഴത്തല്ല പണ്ട് പോലെ കഴിക്കാറുണ്ട്. കാരണം വില കുറച്ച് കിട്ടുന്നൊരു പ്രോട്ടീനാണ് അവർക്ക് ബീഫ്. അവർക്ക് ഈ പറയുന്ന മട്ടനും ചിക്കനും ഒന്നും താങ്ങാൻ പറ്റത്തില്ല, അവരത് കഴിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ഒത്തിരി പേര് കൺവേർട്ടായ ക്രിസ്ത്യാനികളായി കഴിയുമ്പോൾ ഇതൊരു വലിയ ഉത്സവം പോലായി. ഇതേ ഉള്ളൂ അതിൻ്റെ കാരണം. അല്ലാതെ നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന ഇവരുണ്ടാക്കിയെടുക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കേരള സ്റ്റോറീസ് 2 അതിനകത്ത് ബീഫ് ഇങ്ങനെ വായിക്കകത്ത് കുത്തിക്കയറ്റുന്ന സംഭവം, ഇത് കേരളത്തിൽ ബാക്ക്ലാഷ് ആകും ഉറപ്പായിട്ട്. കാരണം കേരളത്തിലെ ഹിന്ദുക്കൾ നല്ല ശതമാനം ബീഫ് കഴിക്കുന്നവരാ. അപ്പം അവർക്ക് ഈ സംഭവം അറിയാം, ആരുടെയും വായിക്കാത്തോട് കുത്തിയൊന്നും കേട്ടത്തൊന്നുമില്ല, സിനിമയ്ക്ക് വേണ്ടി ചെയ്തതാണ്, ജനങ്ങളെ പ്രകോപിപ്പിക്കാനും തമ്മിലടിപ്പിക്കാനും വേണ്ടി ചെയ്തതാണ്. ഇതാണ് നടക്കുന്ന രാഷ്ട്രീയം. രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ട് കാണുക, സിനിമയെ സിനിമയായിട്ട് കാണുക. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇതേപോലെയുള്ള വൃത്തികെട്ട ഗെയിമുകൾ ഓരോന്ന് ഇറക്കിക്കൊണ്ട് ഇത് കേരളത്തെ ടാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ഇതോടുകൂടി കേരളത്തിൻ്റെ വാല്യൂ വളരെ ലോകത്തിൻ്റെ മുമ്പിൽ വലിയ സംഭവമായിട്ട് മാറി ഇന്ത്യയിൽ. കാരണം കേരളം വളരെ മോഡറേറ്റാണ്, എല്ലാവരും ഇരുന്ന് ബീഫ് കഴിക്കുന്നവരാണ്, അതിൻ്റെ അത് ജാതിയും മതവും ഒന്നുമില്ല. അപ്പം ഇങ്ങനൊരു സംഭവം കേരളം മലയാളികൾക്കൊക്കെ അറിയാം. ഒരു പെൺകുട്ടിയുടെ വായിലോട്ട് ബീഫിനെ തള്ളി കയറ്റുന്നൊന്നുമില്ല, ആ ടീച്ചറിൽ കാണിക്കുന്ന പോലെ. അതായത് ഇത് BJPക്ക് തന്നെ വലിയ അടി കിട്ടാൻ പോവാണ് ഈ കേരള സ്റ്റോറി 2 എന്ന് പറയുന്നത്.